കല്ലറയിലെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലാണ് അഫാൻ നിലവിലുള്ളത്. എന്താണ് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അഫാനെ. കല്ലറയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോലീസ് എത്തിച്ചിരിക്കുകയാണ് അഫാനെ. എന്താണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്നതിലേക്ക് വ്യക്തത വന്നിട്ടില്ല. വിശദാംശങ്ങളാണ് ജിബിൻ ജെബി നൽകുന്നത്. ജിബിൻ, ഇന്ന് തെളിവെടുപ്പിനായി കൊണ്ടുപോകേണ്ടതായിരുന്നല്ലോ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയായിരുന്നു? അതായത് എങ്ങോട്ടേക്കാണ് ഇന്ന് തെളിവെടുപ്പിനായി പ്രധാനമായും കൊണ്ടുപോകാൻ പോലീസ് തീരുമാനിച്ചിരുന്നത്? മൂത്തി അഫാനെ, അതായത് രാവിലെയോട് കൂടി തന്നെ അഫാന്റെ ഉമ്മയുടെ വീട്ടിലേക്കാണ്. കാരണം ആദ്യം കൊലപാതകം നടന്നത് അവിടെയാണ്. അപ്പം അങ്ങോട്ട് പോലീസ് അത് സംബന്ധിച്ചിട്ടുള്ള തെളിവെടുപ്പിന് വേണ്ടിയിട്ടാണ് 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിക്കുകയും പോലീസ് 3 ദിവസത്തെ കസ്റ്റഡിയിൽ, കോടതി 3 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് അഫാനെ വിടുകയും ചെയ്തത്. ഇതിനുമായി ബന്ധപ്പെട്ടാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കസേരയിൽ ഇരുന്ന സമയത്ത് കുഴഞ്ഞു വീണു എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്താണ് കാരണം എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. പോലീസ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് അഫാനെ എത്തിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ. കേസുമായി ബന്ധപ്പെട്ട തുടക്കത്തിലുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അതിനുശേഷമാണ് മെഡിക്കൽ റിപ്പോർട്ട് വരികയും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തതിനു ശേഷം കസ്റ്റഡിയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് മുന്നോട്ട് പോയത്. അതിന്റെ ഭാഗമായി ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോകേണ്ടതായിരുന്നു. അപ്പോഴാണ് അഫാന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇരുന്ന സ്ഥലത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. പിന്നീട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ, കല്ലറയിലുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പോലീസ് കൊണ്ടുവരികയായിരുന്നു. വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായി തുടങ്ങുന്നേ ഉള്ളൂ, വ്യക്തതയിലേക്ക് വരുന്നതേ ഉള്ളൂ. ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം ഇതാണ്: അഫാന് ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയെന്നത്. ജിബിൻ ജെബിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം തുടരുന്നത്. ജിബിൻ, പറയൂ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? മൂത്തി, ഇപ്പോൾ അഫാൻ ഇവിടെയുള്ള OP വാർഡിലാണ് അഫാൻ തുടരുന്നത്. കാരണം എന്താണ് പറ്റിയത്, അഫാൻ എന്താണ് പെട്ടെന്ന് ഉണ്ടായത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ല. കാരണം പോലീസും ആകെ ആശയക്കുഴപ്പത്തിലാണ്. കാരണം അവരുടെ കസ്റ്റഡിയിലാണ് അഫാൻ ഉണ്ടായിരുന്നത്. രാവിലെയോട് കൂടി തന്നെ അഫാൻ 7 മണിക്ക് തെളിവെടുപ്പിനായി പുറത്തേക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യം പോലീസിനുണ്ടായിരുന്നു. പക്ഷേ അഫാൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ കുഴങ്ങി വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇത് ആത്മഹത്യാ ശ്രമമാണോ എന്നുൾപ്പെടെ സംശയിച്ചിരുന്നു. പക്ഷേ ഇത് ആത്മഹത്യാ ശ്രമമല്ല, പെട്ടെന്നുണ്ടായത് ആരോഗ്യ പ്രശ്നമാണ് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇത് സംബന്ധിച്ച് വിശദമായ വിവരം കാരണം ഈ ഒരു പരിശോധനയിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്തായാലും ഇന്ന് പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡി അപേക്ഷ നൽകിയ സമയത്ത് ഈ ഒരു സൽമാബിയുടെ, അതായത് 95 വയസ്സുകാരിയായ അഫാന്റെ ഉമ്മയുടെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് പാലക്കാട് പോലീസ് കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകിയത്. ഇതിന് പ്രകാരമാണ് 3 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് പോലീസ് അഫാനെ വിടുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം ഇതിന് പിന്നാലെ പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന അവിടെ മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി. ആ മൊഴിയെടുപ്പിന്റെ സമയത്തും ആദ്യ ദിവസം മുതൽ അഫാൻ കൊടുത്തിരുന്ന മൊഴിയിൽ തന്നെ അഫാൻ ഉറച്ചു നിൽക്കുകയായിരുന്നു. കുടുംബത്തിന്റെ കഠിനമായ സാമ്പത്തിക ബാധ്യതയും മറ്റു ബന്ധുക്കളോടുള്ള പകയുമാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നാണ് അഫാൻ ഇന്നലെ മൊഴി നൽകിയത്. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെയോടുകൂടി ഈ സംഭവ സ്ഥലത്ത് ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടുള്ള ഒരു തെളിവെടുപ്പിന് പോലീസ് തയ്യാറെടുത്ത് അതിൽ പ്രകാരം 7 മണിക്ക് തന്നെ അഫാനെ പുറത്തേക്ക് ഇറക്കുമെന്നും പോലീസ് അറിയിച്ചിരുന്നു. ഇതിനുവേണ്ടി പോലീസ് അഫാനെ പുറത്തിറക്കുന്ന സമയത്താണ് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ അഫാൻ കുഴങ്ങി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതൊരു തിട്ടയായിരുന്നു. അവിടെ നിന്ന് അഫാൻ താഴേക്ക് വീഴുകയായിരുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും കല്ലറയിലുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ OP-യിലാണ് ഇപ്പോൾ അഫാൻ നിലവിലുള്ളത്. വെഞ്ഞാറമൂട് കൊലക്കേസ് പ്രതി അഫാൻ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിലാണ് എന്നതാണ് ഏറ്റവും പുതിയതായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം. തുടക്കത്തിൽ അതൊരു ആത്മഹത്യാ ശ്രമമാണ് എന്ന് വിവരങ്ങൾ ലഭ്യമായിരുന്നു എങ്കിലും പിന്നീട് വ്യക്തതയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല, ആരോഗ്യ പ്രശ്നങ്ങളാണെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. പോലീസ് അങ്ങനെയാണ് നമുക്ക് വിവരങ്ങൾ നൽകുന്നത്. രാവിലെ 7 മണിക്ക് തന്നെ തെളിവെടുപ്പിനായി കൊണ്ടുപോകാനായി ഇറങ്ങുമെന്ന് പോലീസ് നേരത്തെ പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായി കൊണ്ടുപോകുന്നതിനിടയിലാണ് ഒരു തിട്ടയുടെ പുറത്തുനിന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് എന്താണ് കാരണം എന്നത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആരോഗ്യ പ്രശ്നം ഇപ്പോൾ ഉണ്ടായത് എന്നത് ഈ ഘട്ടത്തിൽ നമുക്ക് വിവരങ്ങൾ ലഭ്യമല്ല. പക്ഷേ അപ്പോഴും ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് കല്ലറയിലെ ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം. ഇന്ന് തെളിവെടുപ്പ് തുടങ്ങേണ്ടതായിരുന്നു. ഉമ്മുമ്മയായ സൽമ ബീവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യം തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ പോലീസ് തീരുമാനിച്ചിരുന്നത്. അതനുസരിച്ച് പാങ്ങോടേക്ക് കൊണ്ടുപോകാനായിരുന്നു തീരുമാനം. അതിനിടെയാണ് അഫാൻ കുഴഞ്ഞു വീണത്. അഫാനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് ദൃശ്യങ്ങളിൽ.
പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും അഫാനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് പോലീസ്. പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോകുന്നു എന്നുള്ള കാര്യമാണ് പോലീസ് സ്റ്റേഷനിലോട്ട്. ജിബിൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ജിബിൻ, ഇപ്പോൾ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? മൂത്തി അഫാന് കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് ഇപ്പോൾ ആശുപത്രിയിലെ പരിശോധനയിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. അഫാൻ മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്നുള്ളൊരു സംശയം കൂടി ഇപ്പോൾ പോലീസിനുണ്ട്. എന്തായാലും അഫാനെ തിരികെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭിച്ച വിവരം. അഫാൻ തിരികെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ പോലീസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അഫാനെ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ മറിഞ്ഞു വീഴുന്നത്. അതേ തുടർന്ന് കല്ലറയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോഴിതാ തിരികെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഏറ്റവും പുതിയ വിവരം, കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല, മനഃപൂർവ്വം വീണതായിരിക്കണം എന്ന തരത്തിലാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരങ്ങൾ. വെഞ്ഞാറമൂട് കൊലക്കേസ് പ്രതി അഫാനെ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോകാനിരിക്കെയാണ് ഇത്തരത്തിൽ മറിഞ്ഞു വീഴുകയും തുടർന്ന് കല്ലറയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. ഇപ്പോഴത്തെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് അഫാനെ. ഒന്ന്, ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളും തൊട്ടടുത്ത വിൻഡോയിൽ പ്രേക്ഷകർ കാണുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് തിരികെ കൊണ്ടുപോകുന്ന തത്സമയ ദൃശ്യങ്ങളുമാണ്.